ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അറ്റോമിയ ക്ലാസ്സസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫോട്ടോ കെമിസ്ട്രിയാണ്. വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകുന്ന ഒരു ചാപ്റ്ററാണ് ഫോട്ടോ കെമിസ്ട്രി. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, വളരെ എളുപ്പമാണ്. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് ഫോട്ടോ കെമിസ്ട്രി ഉണ്ട്, അതേപോലെ സിംഗ്ലറ്റ് ട്രിപ്ലറ്റ് സ്റ്റേറ്റുകളെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നീട് ജബ്ലോൺസ്കി ഡയഗ്രം എന്ന് പറയുന്ന ഒരു ഡയഗ്രം നമുക്ക് പഠിക്കാനുണ്ട്. ഫോട്ടോ കെമിസ്ട്രിയുടെ ഒരു കോർ സംഭവം വരുന്നത് ജബ്ലോൺസ്കി ഡയഗ്രത്തിലാണ്. പിന്നീട് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയ ലൂമിനസെൻസ്, ക്വഞ്ചിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളും നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോവാം. സോ ഫോട്ടോ കെമിസ്ട്രി, ആദ്യമായിട്ട് എന്താണ് ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ കെമിസ്ട്രി, അവരുടെ റിയാക്ഷനും റേറ്റും ഒക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണ് എന്ത്? ഫോട്ടോ കെമിസ്ട്രി. നോക്കാം നമുക്ക്. ഞാനിവിടെ എഴുതിയതുപോലെ ലോസ് ഓഫ് ഫോട്ടോ കെമിസ്ട്രി വളരെ എളുപ്പത്തിൽ നോക്കി പോവാൻ നമുക്ക്. വാട്ട് ഈസ് ഫോട്ടോ കെമിസ്ട്രി? ഫസ്റ്റ് തന്നെ അതാണ്. എന്താണ് ഇവിടെ കാണുന്നത് പോലെ, it is a branch of chemistry that deals with rate and mechanism of reaction resulting from the exposure of reactant to light source. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിയാക്റ്റൻ്റ് ലൈറ്റ് സോഴ്സുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലൈറ്റ് സോഴ്സ് ആവാം, എന്തുമാവാം. അതായത് UV റേസ് ആവാം, അതേപോലെ വിസിബിൾ റേസ് ആവാം, ഇൻഫ്രാറെഡ് റേസ് ആവാം. ഇതിൻ്റെയൊക്കെ ഒരു വേവ് ലെങ്ത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. UV ആകുമ്പോൾ 100 to 400 ആയിരിക്കും. വിസിബിൾ ആകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വിബ്ജിയോർ റീജിയൻ വരുന്നത് അല്ലേ, 400 to 750 ആയിരിക്കും. അതിന് മുകളിലുള്ള വേവ് ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും? 750 to 2500 ആയിരിക്കും ഇവരുടെ ഒരു വേവ് ലെങ്ത്. ഒരു കാര്യം കൂടെ ഞാൻ എക്സ്ട്രാ പറയാം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു റിലേഷൻ അറിയാം അല്ലേ, C is equal to ന്യൂ ലാംഡ. C is equal to ന്യൂ ലാംഡ. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലേ. അതായത് ആസ് വേവ് ലെങ്ത് ഇൻക്രീസസ്, ആസ് ലാംഡ ഇൻക്രീസസ്, ഫ്രീക്വൻസി എന്താവും? പറയും, ഡിക്രീസസ് അല്ലേ. അതായത് കൂടിയ വേവ് ലെങ്ത് ആണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് ഈ ഒരു റിലേഷനും നിങ്ങൾക്ക് അറിയണം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അല്ലേ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനും കൂടെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, അതായത് ഈ പ്രൊപ്പോർഷണൽ ടു ന്യൂ അല്ലേ. എച്ച് എന്താണ്? എസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ സെക്കൻഡ് ആയിരിക്കും. ജൂൾ സെക്കൻഡ്, റൈറ്റ്. പിന്നീട് അതായത് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി എത്ര കൂടുന്നോ അത്രയും എന്തായിരിക്കും? എനർജി ഓഫ് ഫോട്ടോണും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കുറഞ്ഞ ഫോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ എനർജിയും എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് വേവ് ലെങ്ത്ത് കുറവായിട്ടുള്ള ആൾക്ക് ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടിയാൽ കറസ്പോണ്ടിംഗ്ലി അതിൻ്റെ എനർജിയും എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ശരി. അടുത്തതായിട്ട്, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. കെമിസ്ട്രി ഡീൽസ് വിത്ത് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ റിസൾട്ടിങ് ഫ്രം ദ എക്സ്പോഷർ ഓഫ് ലൈറ്റ് സോഴ്സ്. ഏതൊക്കെ ലൈറ്റ് സോഴ്സ് ആവാം? UV ആവാം, വിസിബിൾ ആവാം, ഇൻഫ്രാറെഡ് ആവാം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫോട്ടോ കെമിക്കലും തെർമലും തമ്മിലുള്ള റിയാക്ഷൻസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോട്ടോ കെമിക്കൽ ആൻഡ് തെർമൽ റിയാക്ഷൻസ്, റൈറ്റ്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും തെർമൽ റിയാക്ഷനും നോക്കൂ. എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ? ഓഫ് കോഴ്സ് എന്തിൽ നിന്നായിരിക്കും? ഫോട്ടോൺസ് ആയിരിക്കും. ഇനി തെർമൽ റിയാക്ഷൻ എന്നാണെങ്കിൽ എന്തായിരിക്കും? ഹീറ്റ് ആയിരിക്കും. ടേംസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രസൻസ് ഓഫ് ലൈറ്റ് ഹാവിങ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഈസ് റിക്വയർഡ് ഫോർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ, ദിസ് ഇസ് എ മെറ്റൽ പ്ലേറ്റ്. നമുക്ക് ഇതിനൊരു ഒരു ലൈറ്റുമായിട്ട് ഇറേഡിയേറ്റ് ചെയ്താൽ വിത്ത് എൻ എനർജി H ന്യൂ, അതായത്
ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ന്യൂ ആണ് എന്ന് വിചാരിച്ചാൽ ഇവരുടെ എനർജി എച്ച് ന്യൂ ആണ് അല്ലേ? അതേപോലെ ഇതിനൊരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ എന്താണ്? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് നിങ്ങൾ പ്ലസ് ടുവിൽ നിന്നേ പഠിച്ചു വരുന്ന കാര്യമാണ്. ഇതിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷൻ ലെറ്റ്സ് സേ നമ്മൾ പറയുകയാണ് 100 ജൂൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 90 ജൂൾ ആണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുമോ? ഇല്ല. നടക്കുമോ? ഇല്ല. നമ്മൾ കൊടുക്കുന്നത് മിനിമം, അറ്റ്ലീസ്റ്റ് മിനിമം എത്രയെങ്കിലും വേണം? 100 ജൂളെങ്കിലും വേണം. അതായത് ആ ജൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. റൈറ്റ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് പ്രസൻസ് ഓഫ് ലൈറ്റ് ഹാവിങ് ഫ്രീക്വൻസി, സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആയിരിക്കണം. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും നമുക്ക് വേണം. എങ്ങനെയാണെങ്കിൽ എന്ത് നടക്കൂ? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കൂ, അല്ലെങ്കിൽ റിയാക്ഷൻസ് നടക്കത്തില്ല. ഇനി തെർമൽ റിയാക്ഷൻ ആണെങ്കിലോ ലൈറ്റിൻ്റെ പ്രസൻസ് നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ? ഇല്ല. തെർമൽ റിയാക്ഷൻ മേ ഒക്കർ ഈവൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എന്ത്? ലൈറ്റ്. റൈറ്റ്. അതേപോലെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് ആവശ്യമില്ല? പെരിസൈക്ലിക് റിയാക്ഷൻ നമ്മൾ പറയുമ്പോൾ പറഞ്ഞായിരുന്നു ദർ ഈസ് നോ നീഡ് ഓഫ് എന്ത്? കാറ്റലിസ്റ്റ് അല്ലേ? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ തെർമൽ റിയാക്ഷനിൽ, ഹീറ്റ് കൊടുത്തിട്ടുള്ള റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി ആക്സിലറേഷൻ ഓഫ് റിയാക്ഷൻസ്. കാറ്റലിസ്റ്റ് കൊടുത്താൽ ആ റിയാക്ഷൻസ് എന്താവും? ഫാസ്റ്റായിട്ട് നടക്കും. റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് ഫോട്ടോ കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. ഇതിനെ നമ്മൾ ഗ്രോത്തസ് ഡ്രപ്പർ ലോ എന്നുകൂടെ വിളിക്കും. ഗ്രോത്തസ് ഡ്രപ്പർ ലോ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ലോ ആണ്. എന്താ പറയുന്നത്? നമ്മൾ ഇതൊരു സബ്സ്റ്റൻസ് ആയിട്ട് ഞാൻ എടുത്തു. ഒരു ലൈറ്റ് ഇവിടെ ഫോളോ ചെയ്യുകയാണ്. ഈ ഫോളോ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. ഈ സബ്സ്റ്റൻസ് ഇതിനെ അബ്സോർബ് ചെയ്യാം അല്ലേ? കുറച്ചൊക്കെ എന്ത് ചെയ്യാം? അബ്സോർബ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ചൊക്കെ എന്താവും? ട്രാൻസ്മിറ്റ് ചെയ്യാം അല്ലേ? പലതരം പ്രോസസ്സ് ഇവിടെ നടക്കാനുള്ള ചാൻസ് ഇല്ലേ? റിഫ്ലക്ഷൻ, ട്രാൻസ്മിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോസസ്സും ഇവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആരാണ് ശരിക്കും ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ റിഫ്ലക്റ്റ് ചെയ്തതും ട്രാൻസ്മിറ്റ് ചെയ്തതുമായ ലൈറ്റാണോ? അല്ല. ആരാണ്? അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് മാത്രമാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനെ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? when light falls on any substance, only a fraction of it is absorbed, whereas the rest is either reflected or transmitted. It is only the absorbed light which is effective in bringing out a photochemical reaction. അബ്സോർബ് ചെയ്ത ലൈറ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ? കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഒരു ട്രാൻസ്മിറ്റ് ചെയ്തോ റിഫ്ലക്റ്റ് ചെയ്തോ അതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യം പോലുമില്ല. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലോ ആണ്. പണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സില്ലി ആയിട്ട് തോന്നാം, പക്ഷേ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. റൈറ്റ്. പിന്നീട് സെക്കൻഡ് ലോ ഓഫ് ഫോട്ടോ കെമിസ്ട്രി അല്ലെങ്കിൽ സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ലോ എന്ന് പറയുന്ന സെക്കൻഡ് ലോ ഓഫ് ഫോട്ടോ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. നോക്കൂ. ഫോർ ഈച്ച് ഫോട്ടോൺ ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ എ കെമിക്കൽ സിസ്റ്റം, നോ മോർ ദാൻ 1 മോളിക്യൂൾ ഈസ് ആക്ടിവേറ്റഡ് ഫോർ എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇതും നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബേസിക്കലി ഞാൻ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കണം. ഇതൊരു മെറ്റൽ സർഫസ് ആണെന്ന് വിചാരിക്കാം. മെറ്റൽ സർഫസ്. അപ്പോൾ എനിക്ക് ഒരു ഫോട്ടോ ഇലക്ട്രോണിനെയാണ് എനിക്ക് എമിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. റൈറ്റ്. ഹാഫ് എം വി സ്ക്വയർ. നോക്കൂ, ഇതിനെയാണ് ഞാൻ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എച്ച് ന്യൂ 0 എന്ത് ഞാൻ വിളിക്കുന്നു? വർക്ക് ഫംഗ്ഷൻ എന്ന് ഞാൻ വിളിക്കുന്നു. വർക്ക് ഫംഗ്ഷൻ. ലെറ്റ്സ് സേ സപ്പോസ് ഇതെനിക്ക് 200 ജൂൾ ആണെന്ന് വിചാരിക്കാം. 200 ജൂൾ. നോക്കൂ, ഈ എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് 1 ഫോട്ടോൺ ആണ്. എനർജി ഓഫ് 1 ഫോട്ടോൺ. എനർജി ഓഫ് ഒരു ഫോട്ടോൻ്റെയാണ് കേട്ടോ. എനർജി ഓഫ് 1 ഫോട്ടോൺ. ഇനി 2 ഫോട്ടോൺ ആണുള്ളതെങ്കിലോ 2 എച്ച് ന്യൂ ആയിരിക്കില്ലേ? 3 ഫോട്ടോൺ ആണെങ്കിലോ 3 എച്ച് ന്യൂ. 10 ഫോട്ടോൺ ആണെങ്കിലോ 10 എച്ച് ന്യൂ. അത്രയേ ഉള്ളൂ കാര്യം. നോക്കുക, അപ്പോൾ ഒരു എനർജി ഓഫ് ഫോട്ടോൺ എത്രയായിരിക്കും? എച്ച് ന്യൂ എന്ന് ഞാൻ പറഞ്ഞു. ലെറ്റ്സ് സേ ഇതിൻ്റെ വർക്ക്
വർക്ക് ഫംഗ്ഷൻ 200 ആണെന്ന് ഞാൻ പറഞ്ഞു 100 ആണ് കൊടുക്കുന്നതെങ്കിൽ നടക്കുമോ? ഇല്ല. നമുക്കൊരു മിനിമം വർക്ക് ഫംഗ്ഷൻ്റെ എനർജിയുടെ എത്രയെങ്കിലും എനർജി വേണം. ലെറ്റ്സ് ഞാൻ പറയുകയാണ് ഇതിൻ്റെ എനർജി ഒരു 400 ആണെന്ന് വിചാരിക്കുക. 400 ആണെന്ന് വിചാരിക്കുക. റൈറ്റ്, എനർജി ഓഫ് 1 ഫോട്ടോൺ. അതായത് ഞാൻ ഇവിടെ വന്ന് ഇടിക്കുന്ന ഫോട്ടോണിൻ്റെ എനർജി എത്രയാണെന്ന് വിചാരിക്കുന്നു? 400 ആണെന്ന് വിചാരിക്കുന്നു. 400 ജൂൾ. ഇവിടെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 200. അപ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എത്ര ഫോട്ടോൺ ഇവിടുന്ന് എമിറ്റ് ആവും? 2 ആണോ? 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഇവിടെ എത്രയാണ് ഉണ്ടാകുക? ഒരു ഫോട്ടോ ഇലക്ട്രോണെ എമിറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് എ സിംഗിൾ ഫോട്ടോൺ ക്യാൻ എമിറ്റ് ഓൺലി വോട്ട് 1 ഫോട്ടോ ഇലക്ട്രോൺ. റൈറ്റ്, ശ്രദ്ധിക്കുക. എന്താണ്? ഒരു സിംഗിൾ ഫോട്ടോ ഇലക്ട്രോണിനെ മാത്രമേ എമിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എനർജി എന്തായി? ബാക്കിയുള്ള എനർജി ഈ 12 mv² ആയിട്ട് കൈനറ്റിക് എനർജി ഓഫ്, അതായത് 400 ആകുമ്പോൾ 200 ഇയാളും ബാക്കിയുള്ള 200 എന്തായിരിക്കും? ബേസിക്കലി കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, ഈ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ബേസിക്കലി കൺസർവേഷൻ ഓഫ് എനർജി തിയറം വെച്ചിട്ടാണ് ഈ ഇക്വേഷന് ഉണ്ടാക്കിയിരിക്കുന്നത്. റൈറ്റ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫോർ ഈച്ച് ഫോട്ടോൺ ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ എ കെമിക്കൽ സിസ്റ്റം നോ മോർ ദാൻ 1 മോളിക്യൂൾ ഈസ് ആക്ടിവേറ്റഡ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു ഫോട്ടോണിന് ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇലക്ട്രോണിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, അതായത് വിച്ച് മീൻസ് എന്താണ് പറയുന്നത്? വിച്ച് മീൻസ് ഈച്ച് ഫോട്ടോൺ ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ എ കെമിക്കൽ സിസ്റ്റം ഓൺലി 1 മോളിക്യൂൾ ഈസ് ആക്ടിവേറ്റഡ് ഫോർ എ ഫോട്ടോ കെമിക്കൽ സിസ്റ്റം റിയാക്ഷൻ. റൈറ്റ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് 1 ഫോട്ടോൺ 1 മോളിക്യൂൾ ഈസ് ആക്ടിവേറ്റഡ്. 1 മോളിക്യൂൾ ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ 10 ഫോട്ടോൺ ഉണ്ടെങ്കിലോ എന്തായിരിക്കും? 10 മോളിക്യൂൾസ് ആക്ടിവേറ്റഡ് ആവും. n ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? n മോളിക്യൂൾസ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യപ്പെടും. സോ ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. വളരെ ഈസിയാണ്, നോക്കാം നമുക്ക്. സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് നോക്കൂ. ഒരു ഓർഗാനിക് മോളിക്യൂള് എപ്പോഴും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക S0 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ പല പുസ്തകത്തിലും S0 എന്ന് കാണും. നോക്കൂ, S0 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എപ്പോഴും ഇവരെന്തായിരിക്കും മക്കളെ? ഇലക്ട്രോൺസ് എന്തായിരിക്കും? പെയേർഡ് അപ്പായിട്ടായിരിക്കും കാണപ്പെടുക. ഇലക്ട്രോൺസ് ആർ യൂഷ്വലി പെയേർഡ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അവരെന്ത് വിളിക്കുന്നു? സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരെ സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്? ഇവരുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2s+1. ഈ എസ് എന്താണ്? ടോട്ടൽ സ്പിൻ. ഇവിടെയുള്ള ടോട്ടൽ സ്പിൻ എന്തായിരിക്കും? ടോട്ടൽ സ്പിൻ എന്ന് പറഞ്ഞേ, ഇയാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് +1/2, ഇയാൾ എന്തായിരിക്കും? -1/2. ടോട്ടൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് 2 × 0 + 1 എത്രയാണ് കിട്ടുന്നത്? 1 അല്ലേ കിട്ടുന്നത്? അതുകൊണ്ട് നമ്മൾ പറയും ഇതിനെ എന്ത്? സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഓർക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഉണ്ടാവത്തില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്തുണ്ടാവത്തില്ല? T0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവത്തില്ല. ദേ വിൽ ബി യൂഷ്വലി എന്തായിരിക്കും? പെയേർഡ്. ട്രിപ്ലറ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാം. നോക്കൂ, ഇനി ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിലോ, ലെറ്റ്സ് സേ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഞാൻ പറയുന്നു ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് S0. നമ്മൾ പറഞ്ഞു ഇവർ പെയേർഡ് ആണ്, ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. ഇനി ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് എക്സൈറ്റേഷൻ നടക്കുമല്ലോ. ഒരു ഇലക്ട്രോണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി, ഇങ്ങനെ വന്നു. റൈറ്റ്, ഇതിനെ നമുക്ക് S1 എന്ന് വിളിക്കാം. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇത് S0, ഇത് S1 എന്ന് നമുക്ക് വിളിക്കാം. നോക്കൂ, അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓൺ അബ്സോർബിങ് ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ദ മോളിക്യൂൾ ഗെറ്റ് എക്സൈറ്റഡ് വിതൗട്ട് ദ സ്പിൻ ഇൻവേർഷൻ. നോക്കൂ, ഇവിടെയുള്ള ഈ സ്പിന്ന് തന്നെയല്ലേ ഇങ്ങോട്ടുള്ളത്? ഈ ഒരാളല്ലേ ഇങ്ങോട്ട് പോയത്? സ്പിന്ന് ഇൻവേർട്ടഡ് ആയിട്ടുണ്ടോ? ഇല്ല. വിതൗട്ട് ദ സ്പിൻ ഇൻവേർഷൻ ആൻഡ് റിമൈൻസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ സ്പിൻ എത്രയാണ്? ടോട്ടൽ സ്പിൻ എത്രയാണ്?
എസ് എത്രയാ? ഇപ്പോഴും പേടപ്പ് പോലെയുള്ളത് +1/2 -1/2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്പിൻ എത്രയായിരിക്കും? 2s. അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ എന്തായിരിക്കും? 2 × 0 + 1 എത്ര തന്നെ വരും? 1. അതിനെ നമ്മൾ വിളിക്കും സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി വേറൊരു കാര്യമുണ്ട്, നോക്കൂ, ഇതേപോലെ S0 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. S0 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്തായിരിക്കും? പേഡപ്പ് ആയിരിക്കും. പക്ഷേ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി വന്നിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇയാൾ പോകുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇയാളുടെ സ്പിന്ന് എന്തായി? ഇൻവേർട്ടഡായി. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്പിൻ എത്രയായിരിക്കും? +1/2 +1/2 എത്രയായിരിക്കും? 1 ആയിരിക്കത്തില്ലേ? അതായത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എത്രയായിരിക്കും? 2 × 1 + 1 ആയിരിക്കത്തില്ലേ? എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 × 1 + 1 എത്രയായിരിക്കും? 3. അതായത് ഇവിടെ എന്തായിരിക്കും? ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലായോ? അതായത് 3. ഇതുകൊണ്ട് നമ്മൾ വിളിക്കും എന്ത്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. വെൻ മോളിക്യൂൾ ഗെറ്റ് എക്സൈറ്റഡ് വിത്താണ് കേട്ടോ, വിത്തൗട്ട് അല്ല, വിത്ത് സ്പിൻ ഇൻവേർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കും എന്ത്? വിത്തൗട്ട് അല്ല, വിത്ത് സ്പിൻ ഇൻവേർഷൻ ഇസ് കോൾഡ് വാട്ട്? വിത്ത് സ്പിൻ ഇൻവേർഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എന്താണ്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ സ്പിന്നിൻ്റെതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഈ ഒരു സിംഗ്ലറ്റിൻ്റെയും ട്രിപ്ലറ്റ് സ്റ്റേറ്റിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. ഓക്കെ, നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫ് ടൈം, സിംഗ്ലറ്റിൻ്റെ ലൈഫ് ടൈം എന്താണ്? വളരെ കുറവാണ്. 10⁻⁻9 to 10⁻⁻6 സെക്കൻഡ്സ് ആണ്. ട്രിപ്ലറ്റ് സ്റ്റേറ്റിന് കുറച്ചുകൂടെ ടൈം അവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ട്രിപ്ലറ്റിൻ്റെ എന്തായിരിക്കും? 10⁻⁻5 to 10⁻⁻3 ആയിരിക്കും ഇവരുടെ ലൈഫ് ടൈം. അതേപോലെ ഇവരുടെ എനർജി എപ്പോഴും ആലോചിക്കുക, സിംഗ്ലറ്റ് സ്റ്റേറ്റിന് എനർജി വിൽ ബി ഗ്രേറ്റർ ദാൻ എന്ത്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. ഞാനിപ്പോൾ പറയാം, അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയാം. എന്തായിരിക്കും? സിംഗ്ലറ്റ് സ്റ്റേറ്റിൻ്റെ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എനർജി. ഓക്കെ, ആൻഡ് കമ്മിങ് ടു മാഗ്നറ്റിസം, ഈ ഒരു കാര്യം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. കമ്മിങ് ടു മാഗ്നറ്റിസം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സിംഗ്ലറ്റിൽ ഇവർ പെയർഡപ്പ് ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ ടോട്ടൽ സ്പിൻ 0 ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇവിടെ നോക്കൂ, അൺപെയ്ഡ് ഇലക്ട്രോൺ ആയിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ മാഗ്നറ്റിസം ഒരു വിഷയമുള്ള കാര്യമല്ല, പക്ഷേ എനർജി എന്തുകൊണ്ട് കൂടുതലായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, എനർജി ഓഫ് സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊരു അനലോജി വെച്ച് പറയാം. അതായത് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിനും ഫുൾ ഫിൽഡ് ഓർബിറ്റൽസിനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളത്. എന്തുകൊണ്ടാണ്? എക്സ്ചേഞ്ച് എനർജി. യെസ്, ആ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. നോക്കൂ, ഇതല്ലേ സിംഗ്ലറ്റ് സ്റ്റേറ്റ്? നോക്കിക്കോളൂ, ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം. ഇതേപോലെ ഓർബിറ്റൽസൊക്കെ വരച്ച് ഇങ്ങനെ ഉണ്ടെന്ന്. സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ ഇവരെന്തായിരിക്കും? സ്പിൻ എന്തായിരിക്കും? പെയർഡപ്പ് ആയിരിക്കും. പക്ഷേ ട്രിപ്ലറ്റിൽ എന്തായിരിക്കും? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ ഇവിടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ, ഇവിടെ എന്ത് നടക്കും? ഒരു എക്സ്ചേഞ്ചിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. എക്സ്ചേഞ്ച് എനർജി, ഇവരുടെ സ്പിന്ന് സെയിം ആയതുകൊണ്ട് ഇവിടെ ഒരു എക്സ്ചേഞ്ച് എനർജിയുടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. റൈറ്റ്? അതായത് എനർജി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എനർജി ഓഫ് സിംഗ്ലറ്റ് എന്തായിരിക്കും? എനർജി ഓഫ് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത്? എനർജി ഓഫ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. അല്ലേ? എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. അല്ലേ? സ്റ്റെബിലിറ്റി കൂടിയാൽ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ആലോചിക്കുക, സിംഗ്ലറ്റ് സ്റ്റേറ്റിനായിരിക്കും ട്രിപ്ലറ്റ് സ്റ്റേറ്റിനേക്കാളും എന്ത്? എനർജി കൂടുതൽ. സിംഗ്ലറ്റ് സ്റ്റേറ്റ് ഇവിടെയാണെങ്കിൽ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? കുറച്ച് താഴെയായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക.
ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. നോക്കിക്കോളൂ, ഇതാണ് ജബ്ലോൺസ്കി ഡയഗ്രം. നോക്കൂ, ഇതാണ് നമ്മുടെ എന്ത് എനർജി. ഞാനൊരു ഹൈലൈറ്റർ എടുക്കാം. ഇതാണ് നമ്മുടെ എനർജി, റൈറ്റ്? ഇതാണ് നമ്മുടെ എനർജി. ഈ ഒരു കാര്യമാണ് S0. നമ്മൾ പറയും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ, അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഈ S1 S2 എന്നൊക്കെ പറയുന്നത് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ലെവൽസ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ലെവൽസ് ആണെന്ന് നമുക്ക് പറയാം, S1 ആൻഡ് S2. അപ്പോൾ നമ്മൾ ഫോട്ടോൺസ് കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ലെവൽസിലേക്ക് പോകും. അതാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. S0യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കിട്ടിയപ്പോൾ നമ്മൾ എന്തിലേക്ക് വന്നു? S1ലേക്ക് വന്നു. അതേപോലെ നമുക്ക് ഇവിടത്തേക്കും പോവാം, S2ലേക്ക് വരാം. അതിനെയാണ് ഈ പച്ച ലൈനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സോർപ്ഷൻ, അല്ലേ? ഫോട്ടോണിൻ്റെ അബ്സോർപ്ഷൻ കാരണം നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. S0യിൽ നിന്ന് S1ലേക്കും S2ലേക്കും നമ്മൾ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യമായിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കാം, ഈ S0 എന്ന ഒരു ലൈന് പോരെ, എന്താണ് ഇവിടെ കുറേ ലൈനൊക്കെ വരച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് ആയിട്ട്, അല്ലേ? 1 2 3 4 എല്ലാ സ്റ്റേറ്റിലും കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ആ ഒരു കാര്യങ്ങളാണ് മക്കളെ വൈബ്രേഷണൽ എനർജി ലെവൽസ്, അല്ലേ? വൈബ്രേഷണൽ എനർജി ലെവൽസ്. അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ പലതരം വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും, എനർജി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ളത്, റൈറ്റ്? പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, അബ്സോർപ്ഷൻ കഴിഞ്ഞാൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒരിക്കലും എന്തല്ല? സ്റ്റേബിൾ അല്ല. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തിരിച്ച് ലോവസ്റ്റ് എനർജിയിലേക്ക് വന്നിട്ട് ഇവർ സ്റ്റേബിൾ ആവാനുള്ള ഒരു പോസിബിലിറ്റി അവർക്ക് എപ്പോഴും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ S2ൽ നിന്നൊക്കെ S1ലേക്ക് വരുന്നത് നോക്കൂ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഇൻറ്റേർണൽ കൺവേർഷൻ. എന്താണ്? ഇൻറ്റേർണൽ കൺവേർഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇതൊരു റേഡിയേറ്റീവ് പ്രോസസ്സാണോ അല്ലെങ്കിൽ ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണോ എന്ന്. എന്താണ് ഈ റേഡിയേറ്റീവും നോൺ റേഡിയേറ്റീവും? ഒരു ഫോട്ടോണിൻ്റെ എമിഷൻ നടക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? റേഡിയേറ്റീവ് പ്രോസസ്സ് എന്ന് വിളിക്കും. ഇനി ഹീറ്റിൻ്റെ ഒക്കെ ഫോമിലാണ് നമ്മുടെ എനർജി, അല്ലേ? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ എനർജി അല്ലേ? അവിടുന്ന് ലോവർ എനർജി ആവണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനർജി എന്ത് ചെയ്യണം? നമ്മൾ എമിറ്റ് ചെയ്യണം. ആ എമിറ്റ് ചെയ്യുന്നത് ഹീറ്റിൻ്റെ ഒക്കെ രൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും നോൺ റേഡിയേറ്റീവ് പ്രോസസ്സ്. അപ്പോൾ മനസ്സിലാക്കുക, ഇൻറ്റേർണൽ കൺവേർഷനിൽ ഫോട്ടോണിൻ്റെ എമിഷനൊന്നും നടക്കുന്നില്ല. അവിടെ എന്താണ്? ഹീറ്റ് എനർജി ആയിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോൾ ഹയർ എനർജിയിൽ നിന്ന് കുറച്ച് എനർജി എന്തായിട്ട് പോയി? ഹീറ്റായിട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യും? ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ S2ൽ നിന്ന് S1ലേക്കൊക്കെ വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഇൻറ്റേർണൽ കൺവേർഷൻ. എന്താണ്? ഇൻറ്റേർണൽ കൺവേർഷൻ. ഇതെന്താണ്? ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ് നമ്മൾ കാണും. അങ്ങനെ അവർ വന്നു. ഈ മേ ബി അവർക്ക് ഈ S2ൽ നിന്ന് ഈ S1ൻ്റെ ഹയർ വൈബ്രേഷണൽ ലെവൽസിലേക്ക് വരാം. അവിടുന്ന് അവരെന്ത് ചെയ്യും? പിന്നെയും ഈ ഒരു ലെവലിൽ തന്നെ ഈ S1ൻ്റെ ഈ ഒരു ലെവലിൽ നിന്ന് S2ൽ നിന്ന് ഇവരിവിടെ വന്നെന്ന് വിചാരിക്കാം. ഇനി ഇവർക്ക് ഇവിടുന്ന് എവിടത്തേക്ക് വരണം? ഏറ്റവും ലോവസ്റ്റ് എനർജി വൈബ്രേഷണൽ ലെവൽസിലേക്ക് വരണം S1ൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ പ്രോസസ്സിനെയാണ് മക്കളെ വിളിക്കുന്നത് വൈബ്രേഷണൽ റിലാക്സേഷൻ അല്ലെങ്കിൽ വൈബ്രേഷണൽ കാസ്കേഡ്. എന്താണ്? രണ്ട് പേരും വിളിക്കാം കേട്ടോ. വൈബ്രേഷണൽ കാസ്കേഡ് അല്ലെങ്കിൽ വൈബ്രേഷണൽ റിലാക്സേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതും എന്ത് തന്നെയാണ്? ഒരു ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സാണ്. ബേസിക്കലി ഇറ്റ് ഈസ് എ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സ്. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. നോക്കൂ, ഈ S2ൽ നിന്ന് S1ലേക്ക് വരുമ്പോൾ ഇവരുടെ സ്പിൻ ചേഞ്ച് ചെയ്തു. സിംഗ്ലറ്റ് സ്പിന്ന് തന്നെ അല്ലേ ഉള്ളത്. സോ ഇവരുടെ സ്പിൻ എന്ത് ചെയ്തിട്ടില്ല? ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ നോക്കൂ, ഇവിടെ നിന്ന് ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ, ഇതാണ് S1, ഇതാണ് T1. നോക്കിയേ, T1ൻ്റെ എനർജി എന്താണ്? കുറവല്ലേ S1നേക്കാളും? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇവിടുന്ന് S1ൽ നിന്ന് T1ലേക്ക് പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഒബ്വിയസ്ലി ഇവരുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്താവും? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സ്പിൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. അതായത് S1ൻ്റെ ഇത് സിംഗ്ലറ്റ് അല്ലേ, ഇവിടത്തേക്ക് വരുമ്പോൾ എന്തായി? ട്രിപ്ലറ്റ് ആയി. അപ്പോൾ ഈ സ്പിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, റൈറ്റ്? ഇതും എന്താണ്? ഇവിടെയും ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും എന്ത് തന്നെയാണ്? ഹീറ്റിൻ്റെ രൂപത്തിലാണ് എനർജിയെ റിലീസ് ചെയ്യുക. സോ എഗെയിൻ ഇതെന്താണ്? ഒരു നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ കൺവേർഷനും S2ൽ നിന്ന് S1ലേക്ക് വരുന്നത് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് ആണെങ്കിൽ S1 to T1 ആണ്. അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്
ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകളാണ്. നോക്കൂ, ഈ S1 നിന്ന് S0 വരുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലൂറസെൻസ്. നോക്കൂ, S1 നിന്ന് S0 വരുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലൂറസെൻസ്. ഇവർ ഒരു റേഡിയേറ്റീവ് പ്രോസസ്സാണ്. എന്താണ്? ഒരു റേഡിയേറ്റീവ് പ്രോസസ്സാണ്. അതായത് വിത്ത് ദി എമിഷൻ ഓഫ് ഫോട്ടോൺസ് ആണ് ഇവരുടെ എമിഷൻ വരിക. ഓക്കെ, അതുകൊണ്ട് ഇവരെ എന്ത് വിളിക്കും? റേഡിയേറ്റീവ് പ്രോസസ്സ്. നോക്കൂ, ഇവരുടെ സ്പിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. S1 നിന്ന് S0 സിംഗ്ലറ്റ് അല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവരുടെ സ്പിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ഇവരാണെങ്കിലോ, ഫോസ്ഫോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് T1 നിന്ന് എവിടത്തേക്ക് വരികയാണ്? സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരുടെ സ്പിന്ന് ചേഞ്ച് ചെയ്യണ്ടേ? വേണം അല്ലേ? അതായത് T1 നിന്ന് S1. അപ്പോൾ ഈ സ്പിന്ന് ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇവരെ ഇങ്ങനെ വിളിക്കും, ഫോസ്ഫോറസെൻസിനെ ഡിലേഡ് ഫ്ലൂറസെൻസ് എന്ന് വേണമെങ്കിലും നമുക്കിവരെ എന്ത് ചെയ്യാം? വിളിക്കാം. ബിക്കോസ് കുറച്ച് സമയം വേണം. കാരണം ആദ്യം S1 നിന്ന് എന്തിലേക്ക് വരണം? T1 വരണം. അപ്പോൾ ഒരു സ്പിൻ ഇൻവേർഷൻ വേണം. പിന്നെ ഈ T1 നിന്ന് പിന്നെയും എന്ത് വേണം? S0 വരുമ്പോഴാണ് ഫോസ്ഫോറസെൻസ് എന്ന് വിളിക്കുക. അപ്പോഴും എന്ത് വേണം? ഒരു സ്പിൻ ചേഞ്ച് വരണം. അതുകൊണ്ട് ഇവർ കുറച്ച് ഡിലേ ആയിരിക്കും പ്രോസസ്സ്. അതുകൊണ്ട് നമ്മൾ പറയും ഇതിനെന്ത്? ഡിലേയ്ഡ് ഫ്ലൂറസെൻസ് എന്ന് വേണമെങ്കിലും ഇതിനെ വിളിക്കാറുണ്ട്. എഗെയിൻ, ഇതൊരു റേഡിയേറ്റീവ് പ്രോസസ്സാണോ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണോ? യെസ്, ഇതൊരു റേഡിയേറ്റീവ് പ്രോസസ്സാണ്. അതായത് ഇവിടെയും എന്തായിരിക്കും? ഫോട്ടോൺസിൻ്റെ എമിഷൻ കാരണമായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? എനർജി റിലീസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ കൺവേർഷൻ, ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് എന്തായിരുന്നു? ഹീറ്റാണ്. നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് എന്താണ്? റേഡിയേറ്റീവ് പ്രോസസ്സാണ് വിത്ത് ദ എമിഷൻ ഓഫ് എന്ത്? ഫോട്ടോൺസ്. ഇത്രയേ ഉള്ളൂ ജബ്ലോൺസ്കി ഡയഗ്രാം. വളരെ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും നമ്മൾ പറയാൻ പോകുന്നത്. റേഡിയേറ്റീവ് ആൻഡ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഞാൻ സ്ലൈഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നോക്കൂ, ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഹൈ എനർജി സ്റ്റേറ്റ് അല്ലേ? യെസ്, നമ്മൾ പറഞ്ഞതാണ്. സോ മോളിക്യൂൾസ് undergo realization and may lose its energy by two types. ഏതൊക്കെയാണ്? നോൺ റേഡിയേറ്റീവ് പ്രോസസ്സും റേഡിയേറ്റീവ് പ്രോസസ്സും. നോൺ റേഡിയേറ്റീവ് പ്രോസസ്, ദിസ് പ്രോസസ് ഇൻ വിച്ച് ദ മോളിക്യൂൾ ലൂസസ് ഇറ്റ് എനർജി വിതൗട്ട് എമിറ്റിംഗ് എനി റേഡിയേഷൻ. ഫോട്ടോൺസ് ഒന്നും എന്ത് ചെയ്യത്തില്ല? എമിറ്റ് ചെയ്യത്തില്ല. is called non-radiative process and absorbed energy is released in the form of എന്ത്? ഹീറ്റ്. രണ്ട് തരത്തിലുള്ളതാണ്. ഇൻറ്റേർണൽ നോൺ റേഡിയേറ്റീവ് പ്രോസസ് ആർ ഓഫ് ടു ടൈപ്പ്, ഇൻറ്റേർണൽ കൺവേർഷൻ ആൻഡ് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഇനി ഇവരെ പറ്റി നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. നോൺ റേഡിയേറ്റീവ് പ്രോസസ്, ഇൻറ്റേർണൽ കൺവേർഷനും ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. നോക്കൂ, ഇൻറ്റേർണൽ കൺവേർഷൻ, ട്രാൻസിഷൻ ഫ്രം ഹയർ ടു ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഇൻ ആൻ ആറ്റം ഓർ മോളിക്യൂൾ അല്ലേ? ഹയർ സ്റ്റേറ്റ് S2 നിന്ന് S1, ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ നോൺ റേഡിയേറ്റീവ് പ്രോസസ് ബിക്കോസ് നോ ഫോട്ടോൺസ് ആർ എമിറ്റഡ്. പറഞ്ഞതാണ്. യെസ്, ദ മോളിക്കുലാർ സ്പിൻ ഫോർ ഇൻറ്റേർണൽ കൺവേർഷൻ റിമെയിൻസ് സെയിം. കറക്റ്റ് അല്ലേ? പറഞ്ഞതല്ലേ? നമ്മൾ S2 നിന്ന് S1 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ സ്പിന്ന് മാറുന്നുണ്ടോ? പക്ഷേ വേറാസ് ഇറ്റ് ചേഞ്ചസ് ഫോർ എന്ത്? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. ഇനി ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് എന്താണ്? ട്രാൻസിഷൻ ഒക്കർ ബിറ്റ്വീൻ ടു ഇലക്ട്രോണിക് സ്റ്റേറ്റ് വിത്ത് എ ഡിഫറൻറ്റ് മൾട്ടിപ്ലിസിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞതല്ലേ? S1 നിന്ന് എവിടത്തേക്ക് വരുന്നതാണ്? T1 വരുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഇൻ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ദ ഇലക്ട്രോൺസ് ആർ നോ ലോങ്ങർ പെയേർഡ്. യെസ്, നോ ലോങ്ങർ പെയേർഡ് വിത്ത് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺസ്. കറക്റ്റ് അല്ലേ? അതെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇങ്ങനെയാണെങ്കിൽ ഈ T1 എന്ത് തന്നെയായിരിക്കും? ഇവർ പെയർഡ് ആണോ? അല്ല. അതുകൊണ്ടല്ലേ ഇവരുടെ മൾട്ടിപ്ലിസിറ്റി, ടോട്ടൽ സ്പിൻ എത്ര വരും? 1 വരും. സ്പിൻ മൾട്ടിപ്ലിസിറ്റി എത്ര വരും? 2 × 1 + 1 3. ട്രിപ്ലറ്റ് ആണ് എന്ന് നമുക്ക് പറയാവുന്നത് ഇതുകൊണ്ടാണ്. സോ ഇൻറ്റേർണൽ കൺവേർഷനും ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും എന്താണെന്ന് മനസ്സിലായി. അടുത്തത് റേഡിയേറ്റീവ് പ്രോസസ്സാണ് ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും. ഇതിൻ്റെയൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സ്പീഡിൽ അതുകൊണ്ടാണ് പോകുന്നത്. ആർ ഓഫ് ടു ടൈപ്പ്, ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. ആദ്യം നമുക്ക് ഫ്ലൂറസെൻസ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഫ്ലൂറസെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് ഫ്ലൂറസെൻസിൻ്റെ ഒരു എക്സാമ്പിൾ. നമ്മളൊരു ലൈറ്റ് പോയിട്ട് ഒരു സബ്സ്റ്റൻസിൽ ഇടിക്കുകയാണ്. അപ്പോൾ ഇവർ തിരിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി സിമ്പിളായിട്ട് എന്ത് വിളിക്കുന്നത്? ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ്. നോക്കൂ,
ഇതാ ഇവിടെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ കൊടുക്കുന്നു. ഒരു ലൈറ്റിനെ നമ്മൾ ഇവിടെ ഇറേഡിയേറ്റ് ചെയ്യുന്നു. നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് ലൈറ്റ് ഓർ എനി അതർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് നമ്മളിവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനോ അല്ലെങ്കിൽ ഒരു ലൈറ്റോ കൊടുക്കുകയാണെങ്കിൽ ഇയാൾ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു ലൈറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് ലൈറ്റ് ഓർ എനി അതർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. നോക്കൂ, when the incident light falls on a certain substance, they emit visible radiation of different frequency. This is known as fluorescence, and substance are called in the fluorescent substances. ഒരു ലൈറ്റ് പോയിട്ട് അവിടെ ഇടിക്കുന്നു, അവർ തിരിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ആ പ്രോസസ്സിനെ ഫ്ലൂറസെൻസ് എന്നും ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫ്ലൂറസെൻറ്റ് സബ്സ്റ്റൻസ് എന്നും വിളിക്കുന്നു. ഇനി ഈ ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് 400 to 750 നാനോമീറ്റർ ആണെങ്കിൽ നമുക്കൊരു കളറ് കാണാൻ പറ്റുന്നു. നമ്മൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുക്കുന്ന അങ്ങ് നിർത്തി, അങ്ങനെയാണെങ്കിലോ അപ്പം തന്നെ ഇവരും എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നിർത്തും. ഓക്കെ, നോക്കൂ. ദ ഫിനോമിനൻ സ്റ്റോപ്സ് ആസ് സൂൺ ആസ് ദ ലൈറ്റ് ഈസ് കട്ട് ഓഫ്. നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് കട്ട് ചെയ്താൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവരും എന്ത് ചെയ്യത്തില്ല, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നിർത്തും. ഇതാണ് ബേസിക്കലി എന്ത്, ഫ്ലൂറസെൻസ്. റൈറ്റ്. ഇനി ഇതേ ഒരു കാര്യം പോലെയുള്ളതാണ് ഈ ലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും. എന്താണ് ലൂമിനസെൻസ്? നോക്കൂ, ലൂമിനസെൻസിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ലൂമിനസെൻസ് ഈസ് ദ എമിഷൻ ഓഫ് ലൈറ്റ്. ഇതും എന്ത് തന്നെയാണ്, ഒരു ലൈറ്റിൻ്റെ എമിഷൻ തന്നെയാണ്. എമിഷൻ ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ സബ്സ്റ്റൻസ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ഹീറ്റിംഗ്. അതായത് നമ്മൾ ഹീറ്റ് ചെയ്യാതെ തന്നെ ഇവർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്, ലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. സോ ലൂമിനസെൻസ് രണ്ട് രീതിയിൽ കാണപ്പെടുന്നുണ്ട്, കെമിലൂമിനസെൻസും ബയോലൂമിനസെൻസും. എന്താണ് കെമിലൂമിനസെൻസും ബയോലൂമിനസെൻസും എന്ന് നമുക്ക് നോക്കാം. കെമിലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ലൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് എന്ത്, കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഗ്ലോ ഓഫ് യെല്ലോ ഫോസ്ഫറസ് ഇൻ റൂം ടെമ്പറേച്ചർ. എന്താണ്, റൂം ടെമ്പറേച്ചറിൽ യെല്ലോ ഫോസ്ഫറസ് നല്ലതായിട്ട് ഗ്ലോ ചെയ്ത് നിൽക്കും, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കെമിലൂമിനസെൻസ്. നോക്കൂ, ദാ യെല്ലോ ഫോസ്ഫറസ്, ഇതിനെയാണ് യെല്ലോ ഫോസ്ഫറസ്. ഓക്കെ, റൂം ടെമ്പറേച്ചറിലാണ് നന്നായിട്ട് ഗ്ലോ ചെയ്ത് നിൽക്കും, ഇതിനെയാണ് കെമിലൂമിനസെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തത് ബയോലൂമിനസെൻസ് ആണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ ഇൻ വിച്ച് an organism, അല്ലേ, ജെല്ലി ഫിഷൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ജെല്ലി ഫിഷും സ്റ്റാർ ഫിഷൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടിരിക്കും. അത് കാരണം എന്താണ്, ബയോലൂമിനസെൻസ് ആണ്. പ്രൊഡ്യൂസ്ഡ് ആൻഡ് എമിറ്റ് ലൈറ്റ് ഡ്യൂ ടു എ കെമിക്കൽ റിയാക്ഷൻ വെർ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതും കെമിലൂമിനസെൻസ് അല്ലേ എന്ന്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്, ബയോലൂമിനസെൻസ്. പക്ഷേ ഇവർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്താണ്, കെമിക്കൽ റിയാക്ഷനാണ്. ഇവരുടെ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. എക്സാമ്പിൾ എന്താണ്, ജെല്ലി ഫിഷും സ്റ്റാർ ഫിഷൊക്കെയാണ്. ദാ ഒരു എക്സാമ്പിൾ, ജെല്ലി ഫിഷ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ബയോലൂമിനസെൻസ് തരുന്ന ഒരു ഓർഗാനിസമാണ്. അതായിട്ട് നമുക്ക് ക്വഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് എന്താണെന്ന് പഠിക്കാം. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, കാര്യമായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ ഒരു ഫ്ലൂറസെൻസ് ഇൻറ്റൻസിറ്റി ഇല്ലേ, ആ ഫ്ലൂറസെൻറ്റ് ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിനെയും വിളിക്കുന്നു നമ്മളെന്ത്, ക്വഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ്. അതിന് പലതരത്തിലുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാം. pH കോൺസെൻട്രേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇവരൊക്കെ എന്ത് ചെയ്യും, ഫ്ലൂറസെൻറ്റ് ഇൻറ്റൻസിറ്റിയെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നോക്കൂ, ക്വഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസ് മീൻസ് എ പ്രോസസ് ദാറ്റ് റെഡ്യൂസസ് ഫ്ലൂറസെൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ബൈ വേരിയസ് മീൻസ് ലൈക്ക് pH കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഓക്സിജൻ എക്സെട്ര. രണ്ട് തരത്തിലുള്ള ക്വഞ്ചിങ് ആണുള്ളത്, ഇൻറ്റേർണൽ ക്വഞ്ചിങ്ങും എക്സ്റ്റേണൽ ക്വഞ്ചിങ്ങും. നോക്കാം നമുക്ക് എന്താണ് ഇൻറ്റേർണൽ ക്വഞ്ചിങ്. നോക്കൂ, quenching may also occurs when the molecule changes from singlet excited state to triplet excited state. This is phenomenon is called what, internal quenching. അതായത്
ലെറ്റ്സ് സേ നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അത് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തുകൊണ്ട് അത് എവിടത്തേക്ക് പോയി, എ സ്റ്റാറിലേക്ക് പോയി. അതിനെ നമ്മൾ വിളിക്കും എന്ത്, S1. ഈ S1 എന്ത് ചെയ്യുന്നു, ഈ S1 എന്ത് ചെയ്യുന്നു, T1ലേക്ക് പോകുന്നു. അതായത് ഇതിൻ്റെ സ്റ്റേറ്റ് മാറി സിംഗിൾ സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇതിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്, ഇൻറ്റേർണൽ ക്വഞ്ചിങ് എന്ന് നമുക്ക് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ എന്തുണ്ടാവും, എക്സ്റ്റേണൽ ക്വഞ്ചിങ്ങും ഉണ്ടാവും. നോക്കൂ, ക്വഞ്ചിങ് മേ റിസൾട്ട് ഫ്രം ദ external added substance which takes energy from the excited state molecule. This phenomenon is called what? External quenching. എന്താണ് പറയുന്നത്, ദാ ഈ എ മോളിക്യൂൾ എച്ച് ന്യൂ എടുത്ത് എന്തിലേക്ക് പോയി, എ സ്റ്റാർ എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ലെറ്റ്സ് എ S1 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു സ്പീഷീസ് ആഡ് ചെയ്തു Q എന്ന് പറയുന്നത്, ഇതിൻ്റെ എന്തായിരിക്കും, S0 ആയിരിക്കും. അപ്പോൾ ക്വഞ്ചിങ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണൽ ആഡഡ് സ്പീഷീസ് വിച്ച് ടേക്സ് എനർജി ഫ്രം ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് മോളിക്യൂൾ. നോക്കൂ, ഇതിൻ്റെ എനർജി ആരെടുക്കും, ഈ ക്വഞ്ചർ എടുക്കും. ഈ ക്വഞ്ചർ എടുത്തിട്ട് ഈ ക്വഞ്ചർ എന്തിലേക്ക് പോകും, S1ലേക്ക് പോകും. അപ്പോൾ എ എന്ത് ചെയ്യും, പിന്നെയും എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ഈ ഒരു പ്രോസസ്സാണ് എന്ത് വിളിക്കുന്നത്, ക്വഞ്ചിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെയും നോക്കൂ, S1ൽ നിന്ന് എവിടത്തേക്ക് പോയി, T1ലേക്ക് പോയി, എനർജി എന്ത് ചെയ്തു, കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വഞ്ചിങ് എന്ന് വിളിക്കുന്നത്. ഇനി പലതരത്തിലുള്ള ക്വഞ്ചിങ് ഉണ്ട്. നമുക്ക് ആദ്യം കെമിക്കൽ ക്വഞ്ചിങ് എന്താണെന്ന് നോക്കാം. എന്താണ് കെമിക്കൽ ക്വഞ്ചിങ്? കെമിക്കൽ ക്വഞ്ചിങ് ഈസ് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് pH, പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഹാലൈഡ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, ഹെവി മെറ്റൽസ്. ഇവരുടെയൊക്കെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വഞ്ചിങ് ഫ്ലൂറസെൻ്റ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും. വളരെ എളുപ്പമാണ്. അതായത് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ചേഞ്ച് ഇൻ pH നോക്കൂ, അനിലീൻ എന്ന് പറയുന്നത് pH 5 to 13 ആണെന്ന് വിചാരിക്കുക. pH എത്രയാണ്, 5 to 13 ആണെന്ന് വിചാരിക്കുക. ഗിവ്സ് ഫ്ലൂറസെൻസ്. pH 5 മുതൽ 13 വരെയാണെങ്കിൽ അനിലീൻ എന്ത് തരും, ഫ്ലൂറസെൻസ് തരും. വെൻ എക്സൈറ്റഡ് അറ്റ് 290 നാനോമീറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് തരും, അനിലീൻ ഫ്ലൂറസെൻസ് തരും. പക്ഷേ pH ഗ്രേറ്റർ ദാൻ 13 അല്ലെങ്കിൽ ലെസ് ദാൻ 5 ആണെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, ഫ്ലൂറസെൻസ് തരത്തില്ല. അതേപോലെ ഓക്സിജൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂറസെൻറ്റ് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് നോൺ ഫ്ലൂറസെൻറ്റ് സബ്സ്റ്റൻസ് ആക്കി മാറ്റും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്വഞ്ചിങ് എന്ന് വിളിക്കുന്നത്. അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലായി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യുന്നു, ഫ്ലൂറസെൻറ്റ് സബ്സ്റ്റൻസിനെ നോൺ ഫ്ലൂറസെൻറ്റ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി ഹാലൈഡ്സ് ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഇതേപോലെ തന്നെ പ്രസൻസ് ഓഫ് ഹാലൈഡ്, ക്ലോറിൻ, ഫ്ലൂറിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഹാലൈഡ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള കാർബോക്സിലിക് ഗ്രൂപ്പ്, NO2, CH2, CHO, ഇവരൊക്കെ എന്താണ്, ക്വഞ്ചിങ്ങിന് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ്. അതേപോലെ ഹെവി മെറ്റൽസ്, പ്രസൻസ് ഓഫ് ഹെവി മെറ്റൽസ് ഓൾസോ ലെഡ് ടു ക്വഞ്ചിങ് ബിക്കോസ് ഓഫ് കൊളീഷൻ ആൻഡ് കോംപ്ലക്സ് ഫോർമേഷൻ. കൊളീഷൻ കാരണവും കോംപ്ലക്സ് ഫോർമേഷൻ കാരണവും ഫ്ലൂറസെൻറ്റ് ഇൻറ്റൻസിറ്റി കുറയും. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഫോസ്ഫോറസെൻസിനെ കൂടെ ഒന്ന് നോക്കണം. നമ്മൾ ഫ്ലൂറസെൻസും അതിൻ്റെ ക്വഞ്ചിങ് ഓഫ് ഫ്ലൂറസെൻസും ആണ് ഇപ്പോൾ നോക്കിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഫോസ്ഫോറസെൻസ് ആണ്. ഫ്ലൂറസെൻസിനെ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. നോക്കൂ, നമ്മൾ പറഞ്ഞതുപോലെ വെൻ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഫോൾസ് ഓൺ എ സെർട്ടൻ സബ്സ്റ്റൻസ്, അല്ലേ, എന്താണ്, when the incident light falls on a certain substance, they emit visible radiation of different frequency. This phenomenon is called phosphorescence. ഇത് തന്നെയല്ലേ നമ്മൾ ഫ്ലൂറസെൻസിലും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെയുള്ള ഡിഫറൻസ്, അല്ലേ? ഇറ്റ്സ് എമിഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് ഓർ എനി അതർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കണം. നോക്കൂ, ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂറസെൻസ്, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് കട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഫ്ലൂറസെൻസ് എന്താവും, കട്ട് ചെയ്യപ്പെടും. പക്ഷേ ഇവിടെ ദ ഫിനോമിനൻ നോട്ട് സ്റ്റോപ്സ് ആസ് സൂൺ ആസ് ദി ലൈറ്റ് ഈസ് കട്ട് ഓഫ്. ലൈറ്റ് കട്ട് ചെയ്താലും ഫോസ്ഫോറസെൻസ് എന്ത് ചെയ്യത്തില്ല, അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, കട്ടാവത്തില്ല. പിന്നെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെർട്ടൻ സബ്സ്റ്റൻസ് ആഫ്റ്റർ ബീങ് എക്സൈറ്റഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് UV ഓർ വിസിബിൾ ലൈറ്റ് എമിറ്റ് റേഡിയേഷൻ ഫോർ സം ടൈം ഈവൺ ആഫ്റ്റർ ദ ലൈറ്റ് സോഴ്സ് ഈസ് റിമൂവ്ഡ്. This phenomenon is called what? Phosphorescence, and substances are called in the phosphorescent substances. This phenomenon is simply called delayed in the fluorescence. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിലേഡ് ഫ്ലൂറസെൻസ് എന്ന് നമുക്ക് വിളിക്കാം. അതേപോലെ തന്നെ
Unlike fluorescence, a phosphorescent material does not immediately re-emit the radiation as it absorbs. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലൂറസെൻസിൽ ലൈറ്റ് കൊടുത്താൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, റീ-എമിറ്റ് ചെയ്യും. പക്ഷേ ഫോസ്ഫോറസെൻസിൽ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, റീ-എമിറ്റ് ചെയ്യത്തില്ല. ഇതും വേറൊരു ഡിഫറൻസ് ആണ്. സോ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും നമ്മൾ ക്ലിയർ ചെയ്തു. അടുത്തതായിട്ടും ലാസ്റ്റായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ. എന്താണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ? നോക്കൂ, വളരെ സിമ്പിളാണ്. ദ മോളിക്യൂൾ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഏതൊക്കെ ആവാം? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ S1 ആവാം, S2 ആവാം, അല്ലെങ്കിൽ T1 ആവാം. ഈസ് ട്രാൻസ്ഫേർഡ് ഇറ്റ് എക്സസ് എനർജി. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ മോളിക്യൂൾസിന് എന്തുണ്ടാവും, എനർജി കൂടുതലായിരിക്കും. അവരെന്ത് ചെയ്യണം, എനർജി എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓൾ അറ്റ് വൺസ് ടു എ മോളിക്യൂൾ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. രണ്ട് മോളിക്യൂൾസ് ഉണ്ടാവും, ഒന്ന് ഡോണറും ഒന്ന് ആക്സെപ്റ്ററും. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള എക്സസ് എനർജി ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്ത്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ. ബൈ ദ പ്രോസസ് കോൾഡ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ. ഞാനൊരു ബേസിക്കലി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് S1 ആവാം, ലെവൽസ് എന്താവാം, S2 ആവാം, അല്ലെങ്കിൽ T1 ആവാം. ഇത് Y എന്ന് പറയുന്നൊരു മോളിക്യൂൾ S0-ലാണെന്ന് വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഈ എനർജിയൊക്കെ എന്ത് ചെയ്യും, എക്സസ് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈയിലേക്ക് കൊടുക്കും. അപ്പോൾ എക്സ് എന്തിലേക്ക് പോകും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകും, S0. അതേപോലെ വൈ എന്താവും, അത് S1-ലേക്കോ അല്ലെങ്കിൽ S2-ലേക്കോ അല്ലെങ്കിൽ T1-ലേക്കോ പോകും. ഇത്രയുമാണ് എന്ത്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ. എന്താണ്, ദ മോളിക്യൂൾ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എക്സ്, ഇസ് ട്രാൻസ്ഫേർഡ് ഇറ്റ്സ് എക്സസ് എനർജി ഓൾ അറ്റ് വൺസ് ടു എ മോളിക്യൂൾ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആരാണുള്ളത്, Y, S0. ബൈ ദ കൊളീഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ ഡോണർ ആൻഡ് ആക്സെപ്റ്റർ ബൈ ദ പ്രോസസ് കോൾഡ് എന്ത്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ. അതായത് എക്സ് S0-ലേക്ക് വരും, വൈ എന്താവും, എക്സൈറ്റഡ് ഹയർ എനർജി ലെവൽസിലേക്ക് പോകും. ഇനി ഇവരുടെ ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ എനർജി ട്രാൻസ്ഫർ ഇൻ ഡോണർ മോളിക്യൂൾ മസ്റ്റ് ഹാവ് അറ്റ് ലീസ്റ്റ് 5 kilocalorie per mole which is greater than the energy required to excite an acceptor molecule from ground state to excited state. അതായത് നമ്മുടെ ആക്സെപ്റ്റർ ആരാണ്, Y ആണ്. ഇവർ ആരാണ്, X ആണ്. ഇവരെക്കാളും എന്ത് വേണം, 5 kilocalorie per mole എങ്കിലും കൂടുതലായിരിക്കണം ആരുടെ എനർജി, ഡോണർ മോളിക്യൂളിൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ, ഫോട്ടോ സെൻസിറ്റൈസേഷൻ നടക്കൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇനി ഫോട്ടോ സെൻസിറ്റൈസേഴ്സ്, അതായത് ഈ ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്, ഫോട്ടോ സെൻസിറ്റൈസർ. നോക്കൂ എന്താണിത്. വെൻ ബ്യൂട്ടാഡൈൻ ഈസ് ഇറേഡിയേറ്റഡ് വിത്ത് എ ലൈറ്റ് സോഴ്സ് ഗ്രേറ്റർ ദാൻ 200 nanometer നോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ്. എന്താ പറയുന്നത്, ബ്യൂട്ടാഡൈൻ, ഇതല്ലേ ബ്യൂട്ടാഡൈൻ. ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് സോഴ്സ് കൊടുക്കുകയാണ്, 200 nanometerന് മുകളിൽ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് സോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്, ലാംഡ കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും നടക്കുന്നില്ല, നോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സിയോ. പക്ഷേ ഇതേ സമയത്ത് നമ്മളൊരു ഫോട്ടോ സെൻസിറ്റൈസർ ആഡ് ചെയ്യുകയാണെങ്കിൽ, നോക്കൂ എന്താണ് ഫോട്ടോ സെൻസിറ്റൈസർ, ബെൻസോഫിനോൺ. എന്താണ് ബെൻസോഫിനോൺ, PH0, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫീനൈൽ റിങ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ബെൻസോഫിനോൺ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ബെൻസോഫിനോൺ നമ്മൾ ആഡ് ചെയ്യാണ്. എവിടെ, ഈ പറയുന്ന ബ്യൂട്ടാഡൈനിൽ ആഡ് ചെയ്യണം. ഇനി നമ്മൾ പറയുന്നത് ഈവൻ 200 nanometer നമ്മൾ ഹയർ വേവ് ലെങ്ത് ഉള്ള ഒരു ഫോട്ടോൺസാണ് നമ്മൾ ഇറേഡിയേറ്റ് ചെയ്യുന്നത്. അതായത് എനർജി കുറവാണ്, എനർജി കൂടുതലല്ല, എനർജി കുറവായിട്ടുള്ള, അതായത് ഈവൻ 360 nanometer ആണ് നമ്മൾ ഇറേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ 200 ആയിരുന്നു, ഇവിടെ 360 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കുറഞ്ഞാൽ എനർജി എന്താവും, കുറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുക ഓക്കെ എനർജി കുറവാണ്, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല, ഹാപ്പൺ ചെയ്യത്തില്ല എന്നാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും, ഹാപ്പൺ ചെയ്യും. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒക്കർ ചെയ്യുന്നത്, ബിക്കോസ് ഇവിടെ ഫോട്ടോ സെൻസിറ്റൈസറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ബെൻസോഫിനോൺ ആണ്. ഈ ബെൻസോഫിനോൺ ബ്യൂട്ടോഡൈനുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഇവരുടെ എനർജി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ബിക്കോസ്
There occurs an energy transfer between benzophenone and butadiene, where benzophenone act as what? Photosensitizer. ഈ ബെൻസോഫിനോണിൻ്റെ എക്സസ് എനർജി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബ്യൂട്ടാഡൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിയാക്ഷൻ പോസിബിൾ ആവുന്നത്. ഇതിനെയാണ് ഫോട്ടോസെൻസിറ്റൈസർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ജനറൽ മെക്കാനിസം ഇവരുടെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ജനറൽ മെക്കാനിസം. നോക്കുക, ആദ്യം ഡോണർ ആറ്റം S0 ലെവലിലായിരിക്കും ഉണ്ടാകുക. അത് എന്ത് ചെയ്യുന്നു? ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, മേ ബി S1. ഇനി ഈ S1ലുള്ള ഈ ഡോണർ ആറ്റം ഒരു ഇൻ്റർ സിസ്റ്റം ക്രോസിങ് കൂടെ T1ലേക്ക് മാറുന്നു, ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് T1ൽ നിന്ന് സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ആക്സെപ്റ്റർ മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണല്ലോ ഉള്ളത് അല്ലേ? ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റത്ത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോസെൻസിറ്റൈസേഷൻ ചെയ്തിട്ട് ഈ ഡോണർ ആറ്റം എന്ത് വരും? S0. അതായത് ഇവരുടെ എനർജി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ A എന്ത് വരും? T1 എന്നുള്ള ലെവലിലേക്ക് വരും. ഈ T1 ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അടുത്ത മോളിക്യൂളുമായിട്ട് നടന്നിട്ട് നമുക്ക് എന്ത് തരുന്നത്? പ്രോഡക്റ്റ് തരുന്നത്. ഇത്രയാണുള്ളത്. നോക്കുക, കൺഫ്യൂഷൻ അടിക്കേണ്ട. ആദ്യം എന്താണ്? ഡോണർ ആറ്റം S0യിലായിരിക്കും. ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് S1ലേക്ക് പോകും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് S1 എവിടത്തേക്ക് പോകുന്നു? T1ലേക്ക് പോകുന്നു. ഈ T1 ആക്സെപ്റ്റർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇയാൾ ഇതിൻ്റെ എക്സസ് എനർജി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കൊടുക്കുന്നു. ആക്സെപ്റ്റർ എന്താവുന്നു? T1. ഈ ആക്സെപ്റ്റർ T1ൽ നിന്ന് വേറൊരു മോളിക്യൂളായിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രൊഡക്റ്റ് തരുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ബെൻസോഫിനോണുമായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? നോക്കൂ, ഇതല്ലേ ബെൻസോഫിനോൺ? PH ട്വൈസ് CO. ഇതെന്തായിരിക്കും? ഇതല്ലേ ഡോണർ മോളിക്യൂൾ? ഇത് S0 ആയിരിക്കത്തില്ലേ? HNU കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? PH2 ട്വൈസ് CO. ഇതെവിടത്തേക്ക് മാറും? S1ലേക്ക് മാറുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ PH2 CO S1ൽ നിന്ന് എവിടത്തേക്ക് മാറും? ഇൻ്റർ സിസ്റ്റം ക്രോസിങ് വഴി എവിടത്തേക്ക് മാറും? PH ട്വൈസ് CO T1ലേക്ക് മാറും. ഈ T1 എന്ത് ചെയ്യും? ഇതാണ് ഡോണർ മോളിക്യൂൾ അല്ലേ? PH2 CO T1. ഇതാണ് നമ്മുടെ എന്ത്? ഡോണർ മോളിക്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ആക്സെപ്റ്റർ മോളിക്യൂൾ ആയിട്ടുള്ള ബ്യൂട്ടാഡൈൻ. ഇതാണ് ബ്യൂട്ടാഡൈൻ S0. ഇവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ എക്സസ് എനർജി ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ PH2 CO എന്താവും? S0ലേക്ക് വരും. അതേപോലെ ബ്യൂട്ടാഡൈൻ എന്താവും? ബ്യൂട്ടാഡൈൻ ഏത് ലെവലിലേക്ക് മാറും? T1ലേക്ക് മാറും. ഇനി ഈ ബ്യൂട്ടാഡൈൻ ആണ് എന്ത് ചെയ്യുന്നത്? T1ലുള്ള ബ്യൂട്ടാഡൈനാണ് S0ലുള്ള ബ്യൂട്ടാഡൈനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്? തരുന്നത്. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. സോ ഇതൊരു ജനറൽ മെക്കാനിസമാണ് ഫോട്ടോസെൻസിറ്റൈസേഴ്സ്. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ ടോപ്പിക്കിലുള്ളത്. താങ്ക് യു.